Hi, Rich Online Shopee welcomes you to Business Opportunity presentation today. Hi, Rich Online Shopee എന്താണെന്ന് ആദ്യമേ ഞാൻ നിങ്ങളോടൊന്ന് വിശദീകരിക്കട്ടെ. കാരണം ഈ ഒരു പ്രോഗ്രാം ഫേസ്ബുക്കിലൂടെയൊക്കെ ലൈവായിട്ട് കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പി, ഈ കമ്പനിയുടെ ലീഗാലിറ്റി എന്താണ്, ഇവർ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയെ കുറിച്ചുള്ള ചെറിയൊരു വിശകലനവും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഒരു പരിധി വരെ തുടക്കക്കാർക്ക് ഈ ഒരു ആശയത്തെ കുറിച്ചുള്ള വ്യക്തത കിട്ടില്ല. 2016 കണിമംഗലം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് 3-ാം നിലയിൽ ഒരു 125 സ്ക്വയർ ഫീറ്റിൽ മിസ്റ്റർ KD പ്രതാപൻ വിഭാവനം ചെയ്ത ഒരു ഓൺലൈൻ ഷോപ്പിയാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പി. തുടർന്ന് 2019 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ഇ കൊമേഴ്സുമായി ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റത്തിലൂടെ താലൂക്ക് വെയർഹൗസ് അടിസ്ഥാനത്തിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂറിനുള്ളിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളിലും തുടങ്ങി വെച്ചത് 2019 അവസാനം 2020 ആദ്യ കാലഘട്ടം. 2020 ഫെബ്രുവരി മാസമാണ് ജിനിൽ ജോസഫ് എന്ന കണ്ണൂരുകാരനായ ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ട് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയെ പരിചയപ്പെടുന്നതും ഈ കമ്പനിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുമ്പോൾ 62,000 പ്രിവിലേജ് കസ്റ്റമേഴ്സ് മാത്രമുണ്ടായിരുന്ന ഈ കമ്പനി ആദ്യത്തെ ഫസ്റ്റ് കോവിഡ് വേവ് കാലഘട്ടത്തിൽ തന്നെ 2 ലക്ഷം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് 2021 ജൂൺ മാസം ഇന്ന് 25 ക്രോസ് ചെയ്യുമ്പോൾ 9,88,000 പ്രിവിലേജ് കസ്റ്റമേഴ്സ് സൃഷ്ടിച്ച ഒരു കമ്പനിയാണ്. കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് 1 കോടി കസ്റ്റമേഴ്സിലേക്ക് 2021 ഡിസംബർ 31 ആകുമ്പോഴേക്കും റീച്ച് ചെയ്യുക എന്നതാണ്. നിലവിൽ 23 സംസ്ഥാനങ്ങളിലായി ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിരവധി കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ മാസം അഥവാ പ്രതിമാസം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പിയാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പി. ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും നിങ്ങൾ ഏത് സാധനങ്ങൾ മേടിച്ചാലും ജെഫ് ബിസോസിനോ അതിന്റെ സിഇഒയ്ക്കോ പ്രോഫിറ്റ് പോകുമ്പോൾ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ മേടിക്കുന്ന പലവ്യഞ്ജന സാധനങ്ങളുടെ മാർജിനിലെ നല്ലൊരു പങ്കും കസ്റ്റമേഴ്സിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. കേരളത്തിൽ 120-ൽ പരം പോസ്റ്റൽ പിൻകോഡിൽ യുണീക്ക് പാറ്റേണിൽ ലോകത്തിന്റെ എവിടെയിരുന്നും HighRich.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ റീജിയണൽ പോസ്റ്റൽ പിൻകോഡ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീപർച്ചേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്ത് ഡെലിവറി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡെലിവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ വളരെ ലളിതമായി ആമസോണിൽ സാധനങ്ങൾ മേടിക്കുന്നത് പോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയി ഉപ്പും പഞ്ചസാരയും പുളിയും പരിപ്പും കടലയും ഈസ്റ്റേണും നിറപറയും കോൾഗേറ്റും ഒക്കെ മേടിക്കാം. സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ മേടിക്കുന്ന ഇത്തരം സാധനങ്ങൾക്ക് വളരെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളായ ഹിന്ദുസ്ഥാൻ ലിവർ ആൻഡ് ITC എന്ന് പറയുന്ന 2 സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളാണ് നമ്മുടെ സൂപ്പർ സ്റ്റോറുകളിലേക്കുള്ള സാധനങ്ങൾ അതിൽ 90% ഫില്ല് ചെയ്ത് തരുന്നത്.
അതേ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയും ട്രേഡ് ചെയ്യുന്നത്. ഇനി വളരെ പ്രത്യേകമായി ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് നിലവിൽ 112 പിൻകോഡുകളിലാണ് പ്രവർത്തനം നടന്നു വരുന്നത്. ഏതാനും ചില പിൻകോഡുകളിലെ പ്രവർത്തനം നിലച്ചു എന്ന കാര്യവും ഈ അവസരത്തിൽ ശ്രദ്ധയോടെ നിങ്ങളെ ഞാൻ ധരിപ്പിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രവർത്തന മികവില്ലാത്ത, കച്ചവട പാരമ്പര്യമില്ലാത്ത, വളരെ അധികം പെട്ടെന്ന് ക്വിക്കായിട്ട് ഇതിലൂടെ പണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്ത് കച്ചവടത്തിൽ കൃത്യതയും കണക്ക് കൂട്ടലുകളും ഇല്ലാതിരുന്ന ചില വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതെ വരികയും അവരവരുടെ ഏജൻസി തിരിച്ച് ഹൈറിച്ചിനെ ഏൽപ്പിക്കുകയും അതിന്റെ കോമ്പൻസേഷൻ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും കോട്ടയത്ത് കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഏജൻസി നടത്തി വരുന്നു. അവിടെയുള്ള പാമ്പാടിയിലെ എൻ്റെ ഒരു സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംയോജിച്ച് അവരുടെ പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു ഏജൻസി നടത്തിക്കൊണ്ടു പോകുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു പാനൽ കരസ്ഥമാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നിലവിലുള്ള സൂപ്പർ മാർക്കറ്റുകളെയാണ് നമ്മൾ ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനൊരു റോയൽറ്റി ഫീസ് ഉണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കസ്റ്റമർ കെയർ സർവീസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഈ ബിസിനസ് ആശയം പറഞ്ഞ വ്യക്തിയോടോ എങ്ങനെയാണ് സൂപ്പർ സ്റ്റോറുകളെ പാനൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരതിനു വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നഷ്ടത്തിൽ പോകുന്ന സൂപ്പർ സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ അതിനെ ലാഭത്തിലാക്കുവാൻ അത് മുഖാന്തരം സാധിക്കുകയും ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ എന്ന പദത്തിന്റെ അർത്ഥം വൺസ് ആൻഡ് സീറോസ് എന്നാണ്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് 1 ആണ്, അല്ലെങ്കിൽ അത് 0 ആണ്. ക്ലിയർ? അജീഷ് സാറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചു. ഗ്രേറ്റ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ സോഷ്യൽ മീഡിയയോ വിഷ്വൽ മീഡിയയോ പ്രിന്റ് മീഡിയയോ ഉപയോഗപ്പെടുത്തി പരസ്യങ്ങൾ ചെയ്ത് ഹൈറിച്ചിന്റെ ട്രേഡ് മൾട്ടിപ്ലൈ ചെയ്ത് കച്ചവടത്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ വർദ്ധിപ്പിച്ചിട്ടുള്ള വരുമാനം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇതിന്റെ ഉപഭോക്താക്കൾക്ക് എല്ലാ ഞായറാഴ്ചയും തിരികെ നൽകി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 12 മാസമായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ട്രേഡ് പ്രോഫിറ്റ് ഞാൻ ആസ്വദിച്ചു വരുന്നു. ഗുഡ്. അപ്പം എല്ലാ ഞായറാഴ്ചയും, നാളെ ഞായറാഴ്ചയാണ് അല്ലെ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നടന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതമാണ് എല്ലാ ഞായറാഴ്ചയും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അതിന്റെ ഉപഭോക്താക്കൾക്ക് തിരികെ നൽകി വരുന്നത്. മറ്റുള്ള കമ്പനികൾ പറയുന്നത് പോലെയല്ല. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഒരു ഡിജിറ്റൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യണം, അഥവാ 12,000 രൂപ മുടക്കി ഒരു സ്പെഷ്യൽ പ്രിവിലേജ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് എല്ലാ ഞായറാഴ്ചയും നൽകി വരുന്ന കമ്പനിയുടെ അഡ്വർടൈസിംഗ് സെയിൽസ് പ്രോഫിറ്റ് പങ്കുപറ്റാൻ അവകാശമുള്ളൂ. ആദ്യം നോട്ട് ചെയ്യേണ്ടത്, ഡിജിറ്റൽ യൂണിറ്റ്, 1 ഡിജിറ്റൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ലഭിക്കും. 2 കാര്യങ്ങളാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പർച്ചേസിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. സ്റ്റീവിയ എസൻസും
അതുപോലെ തന്നെ ട്രെയിനിങ് പ്രൊഡക്റ്റുകളും കുറച്ചുകൂടി കഴിഞ്ഞാൽ, കുറച്ചൊരു 2-3 മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും തുണിത്തരങ്ങളും വരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഡിജിറ്റൽ പർച്ചേസിലേക്ക് കൊണ്ടുവരുമെന്നാണ് അനൗദ്യോഗികമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും നിലവിൽ നമുക്ക് എന്താണ് നടക്കുന്നത് എന്ന് മാത്രമാണ് റിയാലിറ്റി. അങ്ങനെ പ്രതാപൻ സാറ് ഒരു ഡിജിറ്റൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു ഇന്ന് ശനിയാഴ്ച രാത്രി 10 മണിക്ക്. ഓക്കെ അല്ലേ പ്രതാപൻ സാറേ? അദ്ദേഹത്തിന് ഇന്ന് രാത്രി തന്നെ പർച്ചേസ് GST ഇൻവോയ്സ് ബിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഇദ്ദേഹത്തിന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവകാശമുള്ളൂ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കസ്റ്റമർ കെയർ യൂണിറ്റിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ പോലും നിലവിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളെ ബന്ധപ്പെടാനാണ് കമ്പനിയുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുക. അങ്ങനെ ജിനിൽ ജോസഫ് എന്ന് പറയുന്ന കണ്ണൂരുകാരനായ ഞാൻ തിരുവനന്തപുരംകാരനായ പ്രതാപൻ സാറിനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയിലേക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഓടി നടന്ന് ബിസിനസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യാം, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ഞാൻ നിങ്ങളുടെ ഡിജിറ്റൽ യൂണിറ്റുകൾ എത്ര എണ്ണം വേണമെങ്കിലും മേടിക്കാൻ തയ്യാറാണ്. 2 തരത്തിലുള്ള ആൾക്കാർക്കാണ് ഈ ഡിജിറ്റൽ പർച്ചേസ് ഗുണകരമാവുക. ഒന്ന്, ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിനെ ബിസിനസ് പ്രൊമോട്ടറായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ. 2, നിലവിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിന്നും, ചുരുക്കി പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ നിങ്ങൾ പണം നിക്ഷേപിച്ച് അതിന്റെ റിട്ടേൺസിൽ നിങ്ങൾ ഹാപ്പി അല്ല എങ്കിൽ ഹൈറിച്ചിന്റെ ട്രേഡിൽ നിങ്ങൾക്ക് പങ്കാളിയാകാം. അതിന്റെ ഒരു യൂണിറ്റിന് നിലവിൽ 12,000 രൂപയാണ് വില. ഗുഡ്. അങ്ങനെ പ്രതാപൻ സാറ് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യും. അദ്ദേഹത്തിന് എന്തൊക്കെ മേന്മകളാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നൽകാൻ പോകുന്നത് നമുക്കിനി സ്ക്രീനിലേക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതാപൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സുഹൃത്ത് ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്തുമ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്കാണ് പൈസ നിക്ഷേപിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിനൊരു GST ഇൻവോയ്സ് പർച്ചേസ് ബില്ല് സ്പോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും, മറ്റുള്ള കമ്പനികളെ അനുകരിക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നാളെ മുതൽ അദ്ദേഹത്തിന് വേണ്ട സകല സപ്പോർട്ടും ചെയ്യേണ്ട ഉത്തരവാദിത്വപ്പെട്ട വ്യക്തി ഞാനാണ്. കാരണം പ്രതാപൻ സാറിന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയപ്പോൾ ആകൃഷ്ടനായ വ്യക്തിയാണ് ആര്? മിസ്റ്റർ പ്രതാപൻ. അദ്ദേഹത്തിനോട് ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 30,000 രൂപ ഹൈറിച്ചിന്റെ ട്രേഡ് പ്രോഫിറ്റിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും തന്നുകൊണ്ടേയിരിക്കും. ശരാശരി 3 ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ കരുതാം. 3 ഇരട്ടി വരുവാണെങ്കിൽ 36,000 രൂപയാണ്. അത്രയും തരുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അതിന്റെ പ്രോഫിറ്റിൽ നിന്നും എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്കാണ് ക്യാഷ് വരിക. 500 രൂപയാകുമ്പോൾ വിത്ഡ്രോ ചെയ്യാം, അഥവാ ശരാശരി
5 ആഴ്ചയുടെ വരുമാനം കിട്ടുമ്പോൾ പ്രതാപൻ സാറിന് അത് ബാങ്കിലേക്ക് മാറ്റാം, ക്യാഷ് ആയിട്ട് പിൻവലിക്കാം. കഴിഞ്ഞ 12 മാസത്തെ റിട്ടേൺസ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഏറ്റവും ആദ്യത്തെ ആഴ്ച 72 രൂപയാണ് ഒരു യൂണിറ്റിന് കൊടുത്തു വന്നത്. പിന്നീട് അത് 80 92 100 110 112 118 രൂപ വരെ ഒരു യൂണിറ്റിന് ഒരാഴ്ചയിൽ കൊടുത്തു വന്നു. നമുക്ക് ശരാശരി 100 രൂപയിൽ ഫിക്സ് ചെയ്യാം. ഇതൊരു കച്ചവടമാണ്, ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുത്തു വന്നത് 100 രൂപയാണ്. അതിൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 95 രൂപയാണ് വാലറ്റിൽ വന്നിരിക്കുന്നത്. അതാണ് ക്യാഷ്. നിങ്ങളുടെ പാൻ അക്കൗണ്ടിലൂടെ മാത്രമേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തരികയുള്ളൂ. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ നിരവധി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട്. അവര് ഒരു ദിവസം $20 ഒക്കെ വെച്ച് തരും. പക്ഷേ ഇരു ചെവി അറിയാതെ ഒരു ബാഗിൽ വളരെ അപ്രത്യക്ഷമായി നിങ്ങളുടെ വീട്ടിൽ ക്യാഷ് ആയിട്ട് മാത്രമാണ് കൊണ്ടുതരുന്നത്. ഇതൊരു ലീഗൽ മണി അല്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ അറിയണം. അത്തരം കമ്പനികൾ, ഇല്ലീഗൽ കമ്പനികളും നിങ്ങൾക്ക് റിട്ടേൺസ് തരുന്നുണ്ട്. പക്ഷേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഓരോ റിട്ടേൺസും നിങ്ങളുടെ പാൻ കാർഡിലൂടെ നിങ്ങളുടെ ബാങ്കിലേക്ക് മാത്രമേ തരുകയുള്ളൂ. ഇറ്റ്സ് എ ക്ലിയർ വൈറ്റ് മണി. നിങ്ങൾക്ക് ഏത് അവസരത്തിലും അത് ഉപയോഗപ്പെടുത്താം. അങ്ങനെ മിസ്റ്റർ പ്രതാപൻ ഒരു യൂണിറ്റ് പർച്ചേസ്. നാളെ രാവിലെ ഉണരുമ്പോൾ എന്തു വന്നാലും 90 രൂപയുടെ മുകളിൽ ഒരു സംഖ്യ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ശരാശരി കണക്കൊപ്പിക്കാൻ പ്രതാപൻ സാറെ നമുക്ക് 100 രൂപയിൽ ഫിക്സ് ചെയ്യാം. 4 ആഴ്ച കഴിയുമ്പോൾ 400 രൂപയായി അത്, അല്ലെ? കൂടാതെ വളരെ പ്രത്യേകമായിട്ട് പറയാം, എല്ലാ 6 മാസം കൂടുമ്പോഴും ഇനി മുതൽ 6 മാസം കഴിയുമ്പോഴേക്കും റിവിഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അടുത്ത 5 മാസം അല്ലെ 6 മാസത്തിനുള്ളിൽ 1000 പാനൽസ് ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 2021 ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 10,000 പാനൽസ്, 10,000 സ്റ്റോറുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ. അങ്ങനെയാണെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സൺഡേ ഡിജിറ്റൽ പൂൾ ഇൻകം ഒക്കെ മേ ബി ഒരു 300 400 500 രൂപയായിരിക്കും ഒരു യൂണിറ്റിന് ഒരാഴ്ചയിൽ കൊടുക്കുന്നത്. പക്ഷെ അത് പ്രൊജക്ഷൻ ആണ്, അതൊരു പ്രഡിക്ഷൻ ആണ്, അതൊരു റിയാലിറ്റി ആയിട്ടാരും കരുതരുത്. ഇനി എന്നാണോ പ്രതാപൻ സാറിന്റെ തുക 30,000 ആകുന്നത്, പിന്നത്തെ ഞായറാഴ്ച മുതൽ സൺഡേ പൂൾ ഇൻകം ലഭിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്. പ്രതാപൻ സാർ ഒറ്റയ്ക്കല്ല ഈ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കാൻ നിരവധി ടീം അംഗങ്ങൾ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വരുമാനങ്ങളായിരിക്കാം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മിസ്റ്റർ പ്രതാപന് സമ്മാനിക്കുന്നത്? നിങ്ങൾക്ക് സ്ക്രീനിൽ വളരെ ക്ലിയർ ആയിട്ട് വായിക്കാം. ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് സൺഡേ പൂൾ ഇൻകം ആണ്. അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാവുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാവുന്നതാണ്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാവുന്നതുമാണ്. യെസ്,
ഓക്കെ സൈഫു, ക്ലിയർ ആയോ? ഡാൻ, ഷിജിൽ ബായ്, ഓക്കെ. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആണ് അല്ലെ? നമ്മളൊരു ബോർഡിൽ എഴുതുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടും എന്നെനിക്ക് തോന്നുന്നു. ഞാനൊരു 15 മിനിറ്റ് എടുത്ത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങിയതാണിത്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഇവിടെ മിസ്റ്റർ പ്രതാപൻ വന്നിരിക്കുന്നത് ഒരു പ്രൊമോട്ടറായിട്ടാണ്. ഒരു പ്രൊമോട്ടർക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഇനി മുതൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, നാളെ ഞായറാഴ്ച, നാളെ ഒരു യൂണിറ്റ് എടുത്ത എല്ലാവർക്കും തുല്യമായി ഒരുപോലെ. അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എന്നോടൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇതുവരെ എത്ര ഡിജിറ്റൽ പർച്ചേസ് ഹൈറിച്ചിലൂടെ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 65,000 പർച്ചേസുകൾ. അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 65,000 പർച്ചേസുകളാണ് സോഫാർ ഹൈറിച്ചിലൂടെ നടന്നിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും നാളെ രാവിലെ തുല്യമായിട്ടാണ് കൊടുക്കുക, ഒരു വ്യത്യാസവും ആർക്കുമില്ല. ഗുഡ്. അതിന്റെ ലിമിറ്റ് ഉണ്ട്. അത് 30,000 രൂപയാകുമ്പോൾ ഒന്നാമത്തെ വരുമാനം മാത്രം സ്റ്റോപ്പ് ആവും. ക്ലിയർ? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതിന്റെ ഫസ്റ്റ് ഇൻകമായ സൺഡേ പൂൾ ഇൻകം മാത്രം നിങ്ങൾക്ക് നിലയ്ക്കും. അവിടെ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാനും റിന്യൂ ചെയ്യാനും ഓപ്ഷൻ കമ്പനി മുമ്പോട്ടേക്ക് വെക്കുന്നുമുണ്ട്. ഗുഡ്. 2, മിസ്റ്റർ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്നിരിക്കുന്നതിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാമത്തെ ഇൻകം പ്ലാൻ ആയ റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു ഇൻകം കിട്ടുവാൻ വേണ്ടിയുമാണ്. അതെങ്ങനെ? പ്രതാപൻ എന്ന് പറയുന്ന പ്രൊമോട്ടർക്ക് ആന്റണി പിയൂസ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് ഒരു ID, ഫ്രീ ID കൊടുക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ആന്റണി പിയൂസ് എന്ന് പറയുന്ന ഈ കസ്റ്റമർ കൊച്ചിയിലെ HMTയിൽ ഇരുന്ന് മൊബൈൽ ഫോണിലൂടെ പാലാരിവട്ടത്തെ ഔട്ട്ലെറ്റിൽ നിന്നും സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ശരാശരി ഒരു 3,000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ പിറ്റേ ദിവസം രാവിലെ മിസ്റ്റർ പ്രതാപന് ലോകത്തിന്റെ എവിടെയും ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ വാലറ്റിൽ ഒരു 100 രൂപ കിട്ടും. ഇവിടെ ഒരു സെയിൽസ് ഇൻസെന്റീവ് ഓരോ പർച്ചേസിലും മാറ്റിവെക്കുന്നുണ്ട്. ആ തുകയുടെ 50% മിസ്റ്റർ പ്രതാപൻ അർഹനാണ്. ഒരു ഡിജിറ്റൽ യൂണിറ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഇതാണ് രണ്ടാമത്തെ വരുമാനം. ഇങ്ങനെ ആയിരക്കണക്കിന് ഫ്രീ കസ്റ്റമേഴ്സിന് ഫ്രീ കസ്റ്റമർ ID കൊടുക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് കൂടാതെ ആന്റണി പിയൂസ് അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ഒരു കസ്റ്റമർ ID കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വരുമാനവും ലഭിക്കുന്നത് മിസ്റ്റർ പ്രതാപനാണ്. കാരണം ആന്റണി പിയൂസ് വെറും ഒരു കസ്റ്റമർ മാത്രമാണ്. ഇവിടെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടാണ് മിസ്റ്റർ പ്രതാപൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വരുമാനമായ റീപർച്ചേസ് ഇൻകം മിസ്റ്റർ ആന്റണി പിയൂസിന്റെ മരണം വരെയുള്ള പർച്ചേസിൽ നിന്നും മിസ്റ്റർ പ്രതാപന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് രണ്ടാമത്തെ വരുമാനം. മൂന്നാമത്തെ വരുമാനം റെഫറൽ ഇൻസെന്റീവ് ആണ്. റെഫറൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ പ്രതാപൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന് അദ്ദേഹത്തിന് എത്ര ഡിജിറ്റൽ യൂണിറ്റുകളെ പർച്ചേസ് ചെയ്യുന്നതിൽ തന്റെ സുഹൃത്തുക്കളെ സഹായിക്കാം. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങൾക്കിത് കാണാം അല്ലെ? ഈ യു എന്ന് എഴുതിയിരിക്കുന്നതാണ് മിസ്റ്റർ പ്രതാപൻ.
മിസ്റ്റർ പ്രതാപന് ഒരു സുഹൃത്തിനെയും ഒരു എന്താ പറയാ മിസ്റ്റർ സന്തോഷ് എന്ന് പറയുന്ന ആളെയാണ് ഇടത് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ പർച്ചേസിന് തന്റെ സുഹൃത്തായ എ എന്ന് പറയുന്ന ഒരാളെ ബി എന്ന് മറ്റൊരു ആളെയും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എയും ഒരു ഡിജിറ്റൽ പർച്ചേസ് നടത്തി, ബിയും ഒരു ഡിജിറ്റൽ പർച്ചേസ് നടത്തി. അവര് രണ്ടുപേരും 12,000 രൂപയുടെ പർച്ചേസ് നടത്തിയപ്പോൾ ഈ രണ്ട് വ്യക്തികളിൽ നിന്നും ശ്രദ്ധിക്കണം, ഈ രണ്ട് വ്യക്തികളിൽ നിന്നും അവിടെ എഴുതിയിരിക്കുന്ന തുക പെയർ മാച്ചിങ്ങിന്റെ ഇൻകമാണ്. ആ രണ്ട് വ്യക്തികളിൽ നിന്നും 1000 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ 2000 രൂപയാണ് റെഫറൽ ഇൻസെന്റീവായി ലഭിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ മിസ്റ്റർ പ്രതാപൻ? എ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് മൺഡേ. എ എന്ന് പറയുന്ന തന്റെ സുഹൃത്തായ ആന്റണി പിയൂസ് ഡിജിറ്റൽ പർച്ചേസ് നടത്തിയത് തിങ്കളാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 1000 രൂപ. എന്നാൽ വിജയലക്ഷ്മിയാണ് വലത് സൈഡിൽ ഒരു ഡിജിറ്റൽ പർച്ചേസ് നടത്തിയതെങ്കിൽ, വ്യാഴാഴ്ചയാണ് പർച്ചേസ് നടത്തിയതെങ്കിൽ അതിന്റെ റെഫറൽ ഇൻസെന്റീവ് വെള്ളിയാഴ്ച രാവിലെ കിട്ടും. അങ്ങനെയെങ്കിൽ റെഫറൽ ഇൻസെന്റീവായി 2000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? മിസ്റ്റർ പ്രതാപന് ഇങ്ങനെ എത്ര പർച്ചേസ് വേണമെങ്കിലും പ്രോത്സാഹിപ്പിക്കാം. ആന്റണി പിയൂസ് പറയുന്നു, എനിക്ക് 1 യൂണിറ്റ് പോരാ, എനിക്ക് 25 യൂണിറ്റ് വേണം. എന്തിനാണ് ആന്റണി പിയൂസ് 25 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നത്? 25 × 12,000. നിങ്ങൾ കൂട്ടി നോക്കിയോ. ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്, ഇംഗ്ലീഷ് മിടുക്കനുമാണ്. അങ്ങനെയെങ്കിൽ ആന്റണി പിയൂസ് മനസ്സിലാക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഒരു 2000 രൂപയ്ക്കും 3000 രൂപയ്ക്കും ഇടയിൽ കിട്ടുവാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ 2500 രൂപ ഒരാഴ്ചയിൽ ലഭിക്കുകയാണെങ്കിൽ ഒരു മാസം 10,000 രൂപയാണ് ലഭിക്കുന്നത്. ശരാശരി 9,000-നും 12,000-നും ഇടയിൽ ഒരു സംഖ്യയായിരിക്കും ലഭിക്കുക. ആന്റണി പിയൂസിന് അതുകൊണ്ട് എന്തെങ്കിലും വാഹനത്തിന്റെ EMI അടയ്ക്കുവാൻ വേണ്ടി മാറ്റിവെക്കാനായിരിക്കാം, അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ ഒരു പർച്ചേസ് നടത്തിയാലും 10 പർച്ചേസ് നടത്തിയാലും മിസ്റ്റർ പ്രതാപന് കിട്ടുന്നത് ഒരു റെഫറൽ ഇൻസെന്റീവ് മാത്രമായിരിക്കും. ഇതാണ് ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മിസ്റ്റർ ആന്റണി പിയൂസ് 100 ഡിജിറ്റൽ പർച്ചേസ് ചെയ്താലും 1 ഡിജിറ്റൽ പർച്ചേസ് ചെയ്താലും റെഫറൽ ഇൻസെന്റീവായി മിസ്റ്റർ പ്രതാപന് വരുന്നത് 1000 രൂപ മാത്രമായിരിക്കും. അതും ക്ലിയർ ആണ്. അടുത്തത് പെയർ മാച്ച് ഇൻകം ₹1000. ക്ലിയർ? എങ്ങനെയാണ് മിസ്റ്റർ പ്രതാപന് പെയർ മാച്ച് ഇൻകം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ കൊടുക്കുന്നത്? ഇതാണ് പെയർ മാച്ച് ഇൻകം. അങ്ങനെ ആന്റണി പിയൂസ് ഒരു ഡിജിറ്റൽ പർച്ചേസ് ചെയ്തു, അദ്ദേഹത്തിന് ബില്ല് ലഭിച്ചു. എല്ലാ ഞായറാഴ്ചയും മിസ്റ്റർ പ്രതാപന് ലഭിക്കുന്നത് പോലെ തന്നെ പ്രോഫിറ്റ് ലഭിക്കും. അതുപോലെ തന്നെ വിജയലക്ഷ്മി മാഡത്തിന്റെ കേസും സമാനമാണ്. അങ്ങനെ 2 പർച്ചേസുകൾ നടന്നു കഴിഞ്ഞാൽ ഒരു ജോഡി, ഒരു പെയർ മാച്ച് സംഭവിക്കുകയാണ്. ക്ലിയർ? യെസ്. ഒരു പെയർ മാച്ച് നടന്നാൽ 1000 രൂപയ്ക്ക് അർഹനാണ് മിസ്റ്റർ പ്രതാപൻ. ക്ലിയർ? ഒരു പർച്ചേസ്, ഒരു ഡിജിറ്റൽ പർച്ചേസ് മിസ്റ്റർ ആന്റണി പിയൂസ് ചെയ്തപ്പോൾ മിസ്റ്റർ പ്രതാപന്റെ ലെഫ്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, ഓക്കെ, ഞാൻ ഇതിനു ശേഷം അത് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ എത്ര ബിസിനസ് വോളിയം കയറും? 1000 ബിസിനസ് വോളിയം കയറും.
റൈറ്റ് സൈഡിൽ വിജയലക്ഷ്മി മാഡം പർച്ചേസ് ചെയ്തപ്പോഴും 1000 ബിസിനസ് വോളിയം കയറി. ഇപ്പോൾ 1000 ബിസിനസ് വോളിയത്തിന്റെ പെയർ മാച്ച് ആണ് കാണിച്ചിരിക്കുന്നത്. BV ആണ്, ക്യാഷ് അല്ല. ബിസിനസ് വോളിയത്തിന്റെ മാച്ചിങ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ മിസ്റ്റർ ആന്റണി പിയൂസ്, വിജയലക്ഷ്മി ആൻഡ് മിസ്റ്റർ പ്രതാപൻ 3 കഥാപാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ഈ 3 വ്യക്തികളിൽ ഏതെങ്കിലും ഒരാൾ ഒരു പർച്ചേസും കൂടെ നടത്തുകയോ അല്ല എങ്കിൽ 4മതൊരാളുടെ ഒരു പർച്ചേസ് നടത്തുകയോ ചെയ്താൽ മിസ്റ്റർ പ്രതാപന് 1000 രൂപ ലഭിക്കും. ഈ സിസ്റ്റത്തിന്റെ പേരാണ് 2:1. ഒരു പെയർ മാച്ച് വരുമ്പം 2 എണ്ണം ഒത്തു. ക്യാഷ് കിട്ടണമെങ്കിൽ ഒരു പർച്ചേസും കൂടെ ചെയ്യണം. ആ പർച്ചേസ് എ എന്ന് പറയുന്ന ആന്റണി പിയൂസിന്റെ താഴെ മിസ്റ്റർ ആന്റണി പിയൂസിന്റെ സുഹൃത്ത് നടത്തുന്നതാകാം, അല്ലെങ്കിൽ വലത് സൈഡിലെ വിജയലക്ഷ്മി മാഡത്തിന് താഴെ വിജയലക്ഷ്മി മാഡത്തിന്റെ സുഹൃത്ത് നടത്തുന്നതാകാം, അല്ലെങ്കിൽ മിസ്റ്റർ പ്രതാപന്റെ സുഹൃത്ത് തന്നെ മിസ്റ്റർ ആന്റണി പിയൂസിന്റെ താഴെ ഒരു പർച്ചേസ് ചെയ്യുന്നതുമാകാം. ഇതും ക്ലിയർ ആണല്ലോ സാറേ? ഓക്കെ. അപ്പൊ ഒരു പെയർ മാച്ചിന് 1000 രൂപ ലഭിക്കുവാൻ ആദ്യത്തെ ഒരു തവണ മാത്രമേ ഈ ഒരു മെക്കാനിസം ആവശ്യമുള്ളൂ. പിന്നീട് വരുന്ന ഓരോ പെയർ മാച്ചിനും നിങ്ങൾക്ക് 1000 രൂപ വെച്ച് കൃത്യമായി തൊട്ടടുത്ത ദിവസം ലഭിച്ചിരിക്കും. ഒരു ഐഡിയിൽ ആദ്യത്തെ പേ ഔട്ടിന് മാത്രമേ ഈ നിബന്ധനയുള്ളൂ. പിന്നീട് ഈ നിബന്ധന നമുക്ക് ബാധകവുമല്ല. ഗുഡ്. അപ്പൊ 4മത്തെ ഇൻകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം റാങ്ക് ആൻഡ് റോയൽറ്റി. ഇവിടെ ഒരു ആളുടെ, എൻ്റെ ഒരു സുഹൃത്താണ് തങ്കച്ചൻ MC, മുക്കം സ്വദേശിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ജോഡി വരെ ഒപ്പിക്കാം? 10 ജോഡി വരെ ഒപ്പിക്കാം. ഒരു ജോഡി ഒത്താൽ 1000 രൂപ, 5 ജോഡി ഒത്താൽ 5000 രൂപ, 6 ജോഡിയാണ് 6000 രൂപ കിട്ടും. 10 ജോഡി വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഒപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് 10000 രൂപ തരും. അങ്ങനെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 10000 രൂപ ഇന്ന് മേടിച്ച കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇന്ന് 10000 മേടിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കത് സംശയം ഉണ്ടാവുള്ളൂ. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് തന്നെ ഗൂഗിളിലൂടെ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ ഡിജിറ്റൽ സീലിംഗ് അച്ചീവേഴ്സ് എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കയറിയാൽ ഇന്ന് രാവിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 10000 രൂപ കൊടുത്തിരിക്കുന്ന മേടിച്ചിരിക്കുന്ന വ്യക്തികളാണ് ഇത് മുഴുവനും. ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും, ചില വ്യക്തികൾക്ക് 2 ID ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വലത്തേ അറ്റത്ത് നിൽക്കുന്ന ആളെ പരിചയമുണ്ട്? ആർക്കെങ്കിലും ഈ വലത്തേ അറ്റത്ത് ഒരാളെ കാണുന്നുണ്ട്? ഹൈറിച്ച് പറയുന്നു, ഇന്ന് അമ്പിളി വർഗീസിന് എന്റെ ഫോട്ടോയുടെ താഴെ എന്റെ ഭാര്യയുടെ പേര് നോക്കിയതാണ്. ഒരു അമ്പിളി അബ്രഹാം ഉണ്ട് കേട്ടോ. അതും ഈ അമ്പിളി വർഗീസ് നമ്മൾ കൺഫ്യൂസ് ആകരുത്. ഓക്കെ, അത് അമ്പിളി വർഗീസ് എന്റെ ഭാര്യയാണ്. ഓക്കെ, വൈഫിന്റെ പേരിലെടുത്തിരിക്കുന്ന ഐഡിയ. ഇത് കണ്ടോ?
ഒരു ജുനൈസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്ന 30,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഒക്കെ പേരിലും അദ്ദേഹത്തിന്റെ പേരിലുമാണ് ID എടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കൊടുക്കുന്ന കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കൊടുക്കാത്ത കാര്യമല്ല, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങളും നിങ്ങളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ടീമും, ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു ദിവസം 10 പെയർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മിസ്റ്റർ പ്രതാപൻ. ചിലപ്പോൾ നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ നാളെ രാവിലെ ഈ ഒരു മീറ്റിംഗിൽ നിങ്ങളുടെ സുഹൃത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയും, പ്രതാപൻ എനിക്കൊരു 10 യൂണിറ്റ് വേണം. തിരിച്ചു ചോദിക്കണം, എന്താണ് സാർ ശരിക്കും മനസ്സിലാക്കിയത്? ഞാനൊരു 10 യൂണിറ്റ് എടുക്കാൻ എനിക്ക് 1,20,000 രൂപയാണ്. അപ്പോൾ എനിക്ക് 10 പ്രൊഡക്റ്റുകൾ ലഭിക്കും. ശരി. കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ മിസ്റ്റർ ജിനിൽ ജോസഫ് പറഞ്ഞതനുസരിച്ച് 3 ലക്ഷം രൂപയും പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് ലഭിക്കും. ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത് വളരെ പ്രത്യേകമായി നോട്ട് ചെയ്യണം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന കച്ചവടത്തിലെ ലാഭം കൈപ്പറ്റുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചെറുവിരൽ അനക്കണ്ട. നിങ്ങൾ 10 യൂണിറ്റുകൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് മുതൽ മുടക്ക് പറയുന്നത് 1,20,000 രൂപയാണെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ച് ആനുപാതികമായി നിങ്ങൾക്ക് 3 ലക്ഷം രൂപയായി തിരിച്ചു കിട്ടാൻ ആന്റണി പിയൂസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ചെറുവിരൽ അനക്കേണ്ട ആവശ്യം ഇല്ല. ഈ പർച്ചേസ് ചെയ്താൽ മാത്രം മതി. മാസം 4,000 രൂപ, അല്ലെ? സോ സിമ്പിൾ. അത് ആന്റണി പിയൂസിന് മനസ്സിലായത് ആന്റണി പിയൂസ് മിസ്റ്റർ പ്രതാപനോട് പറയുന്നു, സാർ എനിക്കൊരു 10 ഡിജിറ്റൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യണം. വളരെ സിമ്പിളായി വിജയലക്ഷ്മി മാഡം പറയുന്നു, സാർ എനിക്കൊരു 16 യൂണിറ്റും കൂടെ പർച്ചേസ് ചെയ്യണം. ഒന്നുമില്ല, പ്രതാപൻ സാറിന് തിങ്കളാഴ്ച വാലറ്റിൽ 10,000 രൂപ വന്നിരിക്കും. സിമ്പിൾ. 10 പെയർ മാച്ചിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തുക കമ്പനിക്കാണ് പോവുക. ഇതിന് വാഷ് ഔട്ട് എന്ന് പറയും. ഓൾറെഡി ഇന്ന് രാത്രി എനിക്ക് വാഷ് ഔട്ട് ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഇന്ന് എന്റെ ഐഡിയിൽ, നാളെ രാവിലെ എന്റെ ഒരു ഐഡിയിൽ 10,000 രൂപ കിട്ടുകയും അതിൽ കൂടുതൽ പെയർ മാച്ചുകൾ സംഭവിക്കുകയും ചെയ്യും. കാരണം ഇന്ന് 24,000 ഫാമിലീസ് ആണ് എന്റെ കൂടെ ഉള്ളത്. ഇവർ ഓരോ രാജ്യങ്ങളിലാണുള്ളത്. അവർ സ്വന്തമായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞാൻ വൈകിട്ട് എന്റെ ID ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്നത് വാഷ് ഔട്ട് ആണ്. 16 പെയർ മാച്ച്, 22 പെയർ മാച്ച് ആണ്. പക്ഷേ ഇത് അത്ഭുതമായിട്ട് സംഭവിച്ചതൊന്നുമല്ല. 16.5 മാസമായി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഇൻകം പ്ലാൻ പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ടീമിനെ മോൾഡ് ചെയ്തെടുത്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ക്ലയൻസിന് വേണ്ടി സംസാരിച്ച് ഇന്ന് 62 ലീഡേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ലീഡേഴ്സ്, അവർക്ക് വേണ്ടിയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇൻ റിട്ടേൺ ഹൈറിച്ചിന്റെ സോഫ്റ്റ്വെയർ അത് എനിക്കും ക്യാഷ് ആയിട്ട് തരുന്നു. ഇതേ അവസരമാണ് ഇന്ന് ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സുഹൃത്തുക്കൾക്കും ഇതേ അവസരമാണ്. ഞാൻ 16 മാസം വന്നതുകൊണ്ടോ, ബഷീർ കുട്ടൂർ സാർ ആദ്യം ജോയിൻ ചെയ്തത് കൊണ്ടോ, ഫിജീഷ് സാർ ആദ്യം ജോയിൻ ചെയ്തുകൊണ്ടോ അവർക്ക് ആർക്കും പ്രത്യേക ഒരു അവകാശവും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വെച്ച് നീട്ടുന്നില്ല. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കും 2022 ജോയിൻ ചെയ്യുന്ന ആൾക്കും ഒരേ അവകാശം, ഒരേ പ്രിവിലേജ് ആണ് നൽകുക. ഇവിടെയും കാര്യങ്ങൾ വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടും കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും സീലിംഗ് എന്താണെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ മിസ്റ്റർ പ്രതാപന് ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? പ്രതാപൻ സാറിന്റെ മൈക്ക് ഒന്ന് ഓണാക്കാമോ?
താങ്കൾക്ക് ഒരു ഐഡിയിൽ 10,000 രൂപയെ തരുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു. അതൊരു സീലിംഗ് ആണെന്ന് പറയുന്നു. താങ്കൾക്ക് അത്രയും മതിയോ? ഒരു മാസം 3 ലക്ഷം രൂപ മതിയോ? മലയാളി അല്ലേ, കുറച്ച് അത്യാഗ്രഹം കൂടും. അപ്പൊ താങ്കൾക്ക് കൂടുതൽ വരുമാനം കിട്ടണമെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? ഒന്നുകിലായിട്ട് സ്വന്തമായിട്ട് കുറെ ഐഡിയ അധികം എടുത്തിടും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള ഇതിൽ ചേർന്നിട്ടുള്ള കസ്റ്റമറെ ജോയിൻ ചെയ്യിപ്പിക്കും. താങ്കളുടെ വരുമാനം കൂടണമെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം എന്ന് കുറച്ചും കൂടെ വ്യക്തമാക്കി പറയും. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഐഡിയ എടുക്കാനാണ് ശ്രമിക്കുന്നത്. യെസ്, ഒരാൾക്ക് ഒരു പാൻ കാർഡിൽ 3 ഐഡിയിലൂടെ ഡെയിലി 10,000 രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ മാത്രം ലഭിക്കും എന്ന് പറഞ്ഞാൽ 30,000 രൂപ മിസ്റ്റർ പ്രതാപന്റെ ഐഡിയിലൂടെയും 30,000 രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഐഡിയിലൂടെയും 30,000 രൂപ അദ്ദേഹത്തിന്റെ മക്കളുടെ ഓരോരുത്തരുടെയും പേരിൽ ഐഡിയിലൂടെയും സ്വീകരിക്കാൻ അവസരമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അഹങ്കാരമാണെന്ന് പറയരുത്. ഞാൻ പണ്ടേ ഒരു അതിമോഹിയാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ നന്നായി ചെയ്ത് ഒരു മാസം 4 ലക്ഷം രൂപയും ഞാൻ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ മേടിക്കുന്നു എന്നതിലപ്പുറം എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലും എൻ്റെ 2.25 വയസ്സുള്ള എൻ്റെ കുഞ്ഞിന്റെ അക്കൗണ്ടിലും എൻ്റെ കൂടെ വന്നിരിക്കുന്ന 24,000 ഫാമിലീസിൽ ഒരു 500 ആൾക്കാരുടെ വീട്ടിലും വരുമാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഏറ്റവും വലുത്. ഇതൊരു സത്യസന്ധമായൊരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. തുറന്ന് കേൾക്കുവാനും പഠിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. വെരി ഗുഡ്. സമയം കുറവാണ്. അടുത്തത് റാങ്ക് ആൻഡ് റോയൽറ്റി. നിങ്ങൾക്ക് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ റാങ്കുകളുണ്ട്, 18 റാങ്കുകളുണ്ട്. നമുക്ക് ആ റാങ്കുകളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ലെറ്റ് us just see the ranks. ഓക്കെ, ആദ്യത്തെ 5 റാങ്കുകളുടെ പേരാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ 5 റാങ്കുകളുടെ പേരുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്രോൺസ്. എന്താണ് ബ്രോൺസ് എന്ന് ചോദിച്ചാൽ, 1 മിനിറ്റ്, ഇതാണ് ബ്രോൺസ്. ഇത് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാവുന്ന. ഏറ്റവും ടോപ്പിലുള്ളത് മിസ്റ്റർ പ്രതാപൻ. ഓക്കെ, മിസ്റ്റർ പ്രതാപൻ എന്ന് പറയുന്ന ഒരാൾ 3 പർച്ചേസുകൾ അഡീഷണലി സ്വന്തം ചെയ്യുവാണെങ്കിൽ ടോട്ടൽ 4 പർച്ചേസുകൾ, ആ 3 നീല ഓരോ പർച്ചേസുകളാണെന്ന് സങ്കല്പിക്കുക. ആ 3 പർച്ചേസുകളും നീല, 3 നീലയും മുകളിലുള്ള ഒരു പർച്ചേസ്, മൊത്തം 4 പർച്ചേസ് മിസ്റ്റർ പ്രതാപൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അഥവാ 48,000 രൂപയുടെ പർച്ചേസ് ചെയ്ത അദ്ദേഹത്തിന് ഡയറക്റ്റ് ബ്രോൺസ് റാങ്കർ ആയിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വെബ്സൈറ്റിൽ ഫോട്ടോ പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ അസോസിയേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരെണ്ണം ഒരു പർച്ചേസ് നടത്തുന്നു, 3 ഇൻഡിവിജ്വൽസ് ആണ് 3 നീല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ 3 ഇൻഡിവിജ്വൽസിന് ഓരോ പർച്ചേസുകൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ബ്രോൺസ് റാങ്കറായി. അതാണ് ഒന്നാമത്തെ റാങ്ക്. സോ ദ നമ്പർ 1 ഈസ് ബ്രോൺസ്. ക്ലിയർ ആയല്ലോ? നമ്പർ 2 എന്ന് പറയുന്ന സിൽവർ ആണ്. ഈ 3 നീലയോടും പറയുക, നിങ്ങൾ ഞാൻ ചെയ്ത ഇതേ പ്രക്രിയ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത. ക്ലിയർ? അത് ത്രികോണത്തിൽ ഇരിക്കുന്നു, സൈസ് ഒന്നും നോക്കരുത്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലുള്ളത് ചതുരമാണെന്നും താഴെയുള്ളത് നക്ഷത്രമാണെന്നും നോക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ലഘുവായി മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ചിത്രം വരച്ചിരിക്കുന്നു, അത്രയും. അപ്പൊ 3 നീലയും 3 പർച്ചേസുകൾ വെച്ച് സ്വന്തമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 3 നീലയും 4 പർച്ചേസുകൾ വെച്ച് സ്വന്തമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ഓരോരുത്തരും മറ്റു 3 ഇൻഡിവിജ്വൽസിനെ കൊണ്ട് ഓരോ പർച്ചേസുകൾ
പൂർത്തിയാക്കുകയും ചെയ്ത് ആ 9 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യണം. ഒരെണ്ണം പോലും വേക്കന്റ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ പ്രതാപൻ 2ാമത്തെ റാങ്കായ സിൽവർ ക്വാളിഫൈഡ് ആയി. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ ടീമിൽ നടന്നിരിക്കുന്ന പർച്ചേസ് എത്രയുണ്ട്? 9 3 12 1 14 പർച്ചേസ് സ്വന്തം ചെയ്ത 13 പർച്ചേസ് അല്ലെ? 9 1 10 10 13 പർച്ചേസ്. മിസ്റ്റർ പ്രതാപൻ 13 പർച്ചേസ് ചെയ്തുകൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ സിൽവർ റാങ്കർ ആയിട്ടും കയറി വരാം. ക്ലിയർ? അതുപോലെ തന്നെയാണ് ഓരോ യെല്ലോയുടെ കാര്യത്തിലും നിങ്ങൾ കെയർ ചെയ്യണം. അങ്ങനെ ഓരോ യെല്ലോയും 3 പർച്ചേസുകൾ പ്രോത്സാഹിപ്പിച്ചാൽ അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ഗോൾഡ് റാങ്കറായി മാറി. ഇത് ടോട്ടൽ ഗോൾഡ് റാങ്കിന്റെ പിക്ചറാണ്. 4 ലക്ഷം രൂപ പ്ലസ് 40 4,80,000 രൂപയുടെ പർച്ചേസ് നടത്തിയാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗോൾഡ് റാങ്കറായി വരാം. അങ്ങനെ നിങ്ങളൊരു ഗോൾഡ് റാങ്കർ ആയാൽ നിങ്ങൾക്ക് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അവിടെ മുതൽ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും. നിങ്ങളൊരു ഒഫീഷ്യലി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ 5ാമത്തെ വരുമാനമായ റാങ്ക് ആൻഡ് റോയൽറ്റിയിൽ ലിസ്റ്റഡ് ആവും. അതാണ് 5ാമത്തെ വരുമാനം. അത് മന്ത്ലി ബേസിസിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഗോൾഡ് റാങ്കിന്റെ ഒരു റോയൽറ്റി എത്ര രൂപ ഉണ്ടായിരിക്കും എന്ന് ചന്ദ്രേട്ടൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു വളരെ നോമിനൽ എമൗണ്ട് ആണ്. അല്ലേ ഷാഹിർ? ഓക്കെ, അതൊരു നോമിനൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ ഒരു 100 രൂപയ്ക്കും 200 രൂപയ്ക്കും ഇടയിലൊക്കെ ഒരു സംഖ്യയെ പ്രതീക്ഷിക്കാവൂ. ക്ലിയർ? ഓക്കെ മുസ്തഫ സാറേ, മനസ്സിലായോ? ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ചിലപ്പോൾ കണ്ണ് കിട്ടും. കണ്ണ് കിട്ടാതിരിക്കുവാണെങ്കിൽ ഞാൻ ചില സൂത്രങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഈ മാസത്തെ റോയൽറ്റി നിങ്ങൾക്കൊന്ന് കാണണം, ആഗ്രഹമുണ്ടോ? കാരണം ഈ റോയൽറ്റി ഒക്കെ കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ കമ്പനി വല്ല സൈസബിൾ എമൗണ്ട് കൊടുക്കുന്നുണ്ടോ എന്നും നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ പേൾ റാങ്കിന്റെ ഈ മാസം ഒരു 5 ദിവസം കഴിഞ്ഞാൽ കിട്ടാനുള്ള ഒരു സംഖ്യ ഇന്നത്തെ റേറ്റുകൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് വേണേ എഴുതിയെടുക്കാം. HRAM 68,815. അതിന്റെ പാസ്വേഡ് വളരെ ലളിതമാണ്. എൻ്റെ മകന്റെ പേരാണ് ഏതൻ, EDEN, ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. സ്വന്തം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. ഇങ്ങനെ തന്നെ ഓപ്പൺ ആയി വരും. കള്ളത്തരമാണെന്ന് ആരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി, നിങ്ങൾ ഇതൊന്നും വായിച്ചേ. ഈ 4,194 രൂപ എല്ലാ ഞായറാഴ്ചയും എനിക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു നാഷണൽ പ്രൊമോട്ടറാണ്, ഒരു പാവൻ നാഷണൽ പ്രൊമോട്ടറാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ലഭിക്കേണ്ട തുകയാണ്. അത് ഇനിയും കൂടും. 4,194 അല്ലേ, ഒരു 4,500 ഒക്കെ കിട്ടും. കാരണം ആൾക്കാർ ഇന്ന് രാത്രി 12 മണി വരെ പർച്ചേസ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ നാളെ രാവിലെ ഒരു 4,500 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 4,000 എത്രയായി? ഒരു 16,000 രൂപയായോ? അത് നാഷണൽ പ്രൊമോട്ടറിന്റെ കഥയാണ്. ഞാനും എൻ്റെ ഭാര്യയും നാഷണൽ പ്രൊമോട്ടേഴ്സ് ആണ്. എൻ്റെ കൂടെ 9 നാഷണൽ പ്രൊമോട്ടേഴ്സ് എൻ്റെ ടീമിൽ മാത്രമായിട്ടുണ്ട്. ഹൈറിച്ചിൽ 102 നാഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. എന്നാൽ മാസം കൊടുക്കുന്ന ഒരു റോയൽറ്റിയാണ് യുവർ പേൾ റാങ്ക് റോയൽറ്റി എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് വലുതായിട്ട് കാണാം കേട്ടോ. നിങ്ങളുടെ കൈ കൊണ്ടൊന്ന് വലുതാക്കി നോക്കിക്കോളൂ. ആരും കണ്ണു വെച്ചേക്കരുതേ, അടുത്ത മാസം അത് കുറഞ്ഞു പോകും. 29,633 രൂപയുണ്ട്. കേരളത്തിൽ കേരളത്തിൽ ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്
ഓക്കെ, ഒരു മാസം കൊടുക്കുന്ന ഒരു ശമ്പളമാണ് ഞാൻ വെറുതെ ഇരുന്നാൽ എനിക്ക് ലഭിക്കുന്നത്. ക്ലിയർ? ഞാൻ ഇനി വെറുതെ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക എല്ലാവരും. ഓക്കെ, അടുത്ത മാസം ഏതായാലും ഇത്രയൊക്കെ അധ്വാനിച്ചല്ലേ മുസ്തഫ സാറേ, അടുത്ത മാസം ഒന്ന് ടൂർ പോകാൻ ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞാനും ഭാര്യയും കൂടെ ഒരു ടൂറെല്ലാം പോയി ഒരു മാസം തിരിച്ചു വന്നാലും അടുത്ത മാസം എന്റെ ഈ റോയൽറ്റി ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഇത് എനിക്ക് എടുക്കാം. 1-ാം തീയതി എന്റെ വാലറ്റിൽ വരികയും ഇത് ക്യാഷ് ആയിട്ട് വിത്ഡ്രോ ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ ആണോ? സമ്മതിച്ചോ? ഇനി അതെനിക്ക് കിട്ടാനുള്ളത് ഞാൻ ഇന്ന് രാവിലെ ഒരെണ്ണം കൂടെ കാണിക്കാം. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കില്ല പലരും. ഇതൊക്കെ വരും, ഇതൊക്കെ കിട്ടും, അധ്വാനിച്ചാൽ ഇതൊക്കെ കിട്ടുമോ എന്ന് ചില ആൾക്കാർക്ക് ഒരു സംശയങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുസ്തഫ സാറെ ഞാൻ ഇന്ന് രാവിലെ വിത്ഡ്രോ ചെയ്ത എമൗണ്ട് കൂടെ കാണിക്കട്ടെ. ഓക്കെ, ടുഡേയ്സ് വിത്ഡ്രോവൽ അതുകൂടെ കാണിച്ചിട്ട് തുടരാം. കാരണം അപ്പോഴാണല്ലോ നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവുക. അത് അടുത്ത് വരാനുള്ളതല്ലേ സാറേ, എന്നാൽ വന്ന് എന്തെങ്കിലും കാണിച്ചു തരുമെന്ന് ചോദിച്ചാൽ ഞാൻ മറ്റൊരു ഐഡിയ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ കുറെ ഐഡിയകളുണ്ട്. അപ്പം ഒരു ഐഡിയ ആണത്, ഇത് വേറൊരു ഐഡിയ. ഇതാണ് എന്റെ ആദ്യത്തെ ഐശ്വര്യമുള്ള ഐഡിയ കേട്ടോ. ഫസ്റ്റ് 62,261. ഇതും എന്റെ മകന്റെ പേര് തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട്. ഏതൻ 1 2 3 സ്മോൾ ലെറ്റർ ജെ ഹാഷ്. ഓക്കെ, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതാണ് എന്റെ ആദ്യത്തെ ഐഡി. ഫൈൻ. ഇതിൽ നിങ്ങൾക്ക് മെനു ബാറിൽ പോയാൽ ഇന്നത്തെ വിത്ഡ്രോവൽ സ്ലിപ്പ് എടുത്ത് കാണാൻ സാധിക്കും. ഈ വിത്ഡ്രോവൽ സ്ലിപ്പ് എടുത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വിത്ഡ്രോവൽ സ്ലിപ്പ് എടുക്കണമെങ്കിൽ ഡേറ്റ് അടിച്ചു കൊടുക്കണം. നമുക്ക് 25-ാം തീയതിയാണ്. ഇന്ന് എത്ര രൂപയാണ് ഞാൻ പിൻവലിച്ചത് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒന്ന് വലുതാക്കി കാണാം. അവിടെ ആർക്ക് വേണമെങ്കിലും പ്രതാപൻ സാർ ഇത് വായിക്കാമോ? എത്ര രൂപയാണ് ഞാൻ ഇന്ന് പിൻവലിച്ചിരിക്കുന്നതെന്ന് വായിക്കാമോ? സാർ, ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യാണ്ട് ചെറിയ അക്ഷരത്തിലാണ് കാണുന്നത്. കൈകൊണ്ട് വലുതാക്കുക, കൈകൊണ്ട് വലുതാക്കുക. ലാപ്ടോപ്പ് കൈകൊണ്ട് വലുതാക്കാൻ പറ്റൂലോ? ഇല്ല, വായിച്ചോളൂ. ഫസ്റ്റ് ഇൻകം വിത്ഡ്രോവൽ ഒന്നാമത്തെ സ്ലിപ്പ് വലത് സൈഡ് 47,900 രൂപ. അതെ, 925 രൂപ. 47,900 രൂപ. 47,900 രൂപ ഇന്നത്തെ ഡേറ്റിലെ പർച്ചേസ് ആണ് അല്ലെ? യെസ്. അപ്പോൾ ആക്ച്വലി മനസ്സിലാക്കിയെടുക്കുക, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഉറപ്പായോ? എനിക്ക് കിട്ടുന്നതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇത് വലിയ സംഭവമൊന്നുമല്ല. ആക്ച്വലി ഞാനൊരു സംഭവമേ അല്ല. കാര്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്നെക്കാട്ടും ബോംബാർഡിങ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമ്മുടെ സൈറ്റിൽ കണ്ടില്ലേ, നമ്മുടെ ജുനൈ സാറ് 30,000 രൂപ ഇന്ന് 3 ഐഡിയിൽ മാത്രം ഡിജിറ്റൽ മാത്രം കിട്ടിയത് 30,000 രൂപ. നമ്മുടെ ബഷീർ സാറിനും ഫിജീഷ് സാറിനും ഒക്കെ നിരവധി ആൾക്കാർക്ക് ഡെയിലി 10,000 രൂപ ഓരോ ഐഡിയിലും 3 ഐഡിയിലായിട്ട് 30,000 രൂപയും മേടിക്കുന്ന നിരവധി ആൾക്കാർ ഹൈറിച്ചുണ്ട്. ഇനി 5% റോയൽറ്റി. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇന്ന് ഞാൻ പറഞ്ഞു എന്റെ ഒരു പ്രതിമാസം വരുമാനം 4-4.25 ലക്ഷം രൂപയുടെ മുകളിൽ ഓൾമോസ്റ്റ് ഈ മാസം കിട്ടിക്കഴിഞ്ഞു. 5 ലക്ഷമാണ് എന്റെ ടാർഗറ്റ്. ഈ 5 ദിവസമാണ് എന്റെ മുമ്പിലുള്ളത്. 5 ടച്ച് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം, ഇതുപോലെ ഞാനൊരു ലൈവ് സെക്ഷൻ ഫേസ്ബുക്കിലൂടെ ചെയ്യും. 2021 ന്യൂ ഇയറിലെ മിഡ് നൈറ്റിൽ ഞാൻ ചെയ്യും, അർദ്ധരാത്രി. അന്ന് എന്റെ ഒരു ദിവസത്തെ ഇൻകം 1 ലക്ഷം രൂപയായിരിക്കും. ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യാം. ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ ഏറ്റെടുക്കുവോ ഇല്ലയോ എന്നത് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് കാണുന്ന പുതിയ ഫ്രണ്ട്സിനോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഏറ്റെടുക്കാം, വേണ്ടാന്ന് വെക്കാം. പക്ഷെ 2021 ഡിസംബർ മാസം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാസ വരുമാനം എത്രയായി? ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. എനിക്ക് വേണമെങ്കിൽ ബ്രിട്ടനിൽ പോയി രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ മാക്സിമം എനിക്ക് അവിടെ 5 ലക്ഷം രൂപ ഒരു മാസം കിട്ടും.
ഞാനിവിടെ പരിശ്രമിച്ചുകൊണ്ട് ഒരു ദിവസം 1 ലക്ഷം രൂപ മേടിക്കാനാണ്. ഏതാണ് ഏതിനെക്കാട്ടും നല്ലത്? ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, നാട്ടിൽ ജീവിക്കാം, മാമോദിസയുണ്ട്, ഹൗസ് വാമിംഗ് ഉണ്ട്, ഡെത്ത് സെറിമണി ഉണ്ട്, കൂട്ടുകാരന്മാരുടെ വിവാഹമുണ്ട്. എല്ലാം നമുക്ക് ആഘോഷിച്ചുകൊണ്ടും ജീവിച്ചുകൊണ്ടും നമുക്ക് വരുമാനം മേടിക്കാം. സോ ഗ്രേറ്റ്, ലെറ്റ് us കണ്ടിന്യൂ. 5% റോയൽറ്റി. ഓക്കെ, മാനേജർ ആൻഡ് എബവ്. അപ്പം ഏത് റാങ്ക് ആണ് മാനേജർ എന്ന് നിങ്ങൾക്ക് കാണാം. 147 മെമ്പേഴ്സ് ആണ്. ആരും പോകരുത്, കാരണം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ പഠിക്കാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും പോകരുത്, കാരണം ഞാനിനി നിങ്ങളെ റാങ്കുകൾ ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം. ബ്രോൺസ് റാങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൂർ പാക്കേജസ് കുമരകത്തേക്കാണ്. സിൽവറിൽ നെല്ലിയാമ്പതിയാണ്. ഗോൾഡിൽ ഊട്ടി ട്രിപ്പ് ഉണ്ട്. പ്ലാറ്റിനത്തിൽ ഗോവയിലേക്കുള്ള ട്രിപ്പ് ഉണ്ട്. സഫയറിൽ പ്രീമിയം സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ലഭിക്കും. പേൾ റാങ്കിൽ മലേഷ്യൻ ട്രിപ്പ്. ഞാൻ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. റൂബി റാങ്കിൽ ദുബായ്. 2 പേർ ഓൾറെഡി കമ്പനിയിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. വേക്കൻസീസ് ഉണ്ട്, വേണമെങ്കിൽ അത്രയും പെട്ടെന്നുള്ള പോലെ. അടുത്തത് എക്സിക്യൂട്ടീവ് ആണ്. ഹൈറിച്ചിൽ ഇതുവരെയായിട്ട് ആരും രചിക്കാത്ത ചരിത്രം എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. എക്സിക്യൂട്ടീവ് 8ാമത്തെ റാങ്കാണ്. റോയൽ എൻഫീൽഡ് 1,70,70,000 രൂപയുടേതായിരിക്കും. 9ാമത്തെ റാങ്കാണ് മാനേജർ. അവിടെ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ കാറാണ് നിങ്ങൾക്ക് ലഭിക്കുക. കൂടാതെ പൈസയെ കുറിച്ച് അതിന് മുകളിൽ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. സീനിയർ മാനേജർ എന്ന് പറയുന്നത് 10ാമത്തെ റാങ്കാണ്. ഇവിടെ വെച്ചാണ് നിങ്ങൾക്കൊരു ബെൻസ് കാർ ഹയർ ചെയ്ത് തരിക. ഓക്കെ, 10ാമത്താണ് സീനിയർ മാനേജർ. 11 ഡയമണ്ട് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം വളരെ മൂല്യവത്തായ 1 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു വില്ലയാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുക. ഓക്കെ, ഇപ്പൊ റെന്റഡ് ഹോമിൽ താമസിക്കുന്നവർക്കൊക്കെ ഡയമണ്ട് ആയാൽ മതി. ഓക്കെ, ഗുഡ്. അടുത്ത ഡബിൾ ഡയമണ്ട് ആകുവാണെങ്കിൽ നിങ്ങൾക്കൊരു ക്രൂയിസ് ഷിപ്പ് സെയിലിംഗ് ഉണ്ട്. നിങ്ങൾ ക്രൂയിസ് ഷിപ്പിനൊക്കെ പോകുമ്പോൾ 10 ലക്ഷം രൂപയ്ക്കൊക്കെ പോക്കറ്റ് മണി വെച്ചിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ട്രിപ്പിൾ ഡയമണ്ട് ആണ്. ന്യൂസിലാൻഡിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ വെറുതെ ഷോപ്പിങ്ങിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ ക്യാഷ് ആയിട്ട് തരും. പിന്നെയുള്ളത് ബ്ലൂ ഡയമണ്ട് ആണ്. അത് നിങ്ങൾ വേൾഡ് ടൂറിനാണ് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപ ഒരു പോക്കറ്റ് മണി. നിങ്ങൾ അവിടെ പോയിട്ട് വായി നോക്കിയൊന്നും നടക്കാൻ പാടില്ലല്ലോ. ഹൈറിച്ചിന്റെ ഒരു ബ്ലൂ ഡയമണ്ട് ഒക്കെ അല്ലേ. അപ്പൊ നിങ്ങൾ വെറുതെ വിടാൻ പറ്റുമോ? ഇങ്ങനെ കിടക്കുന്ന 18 റാങ്കുകൾ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ കുറച്ച് സ്വപ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമുള്ള ഒരു പണിയാണിത്. കുറെ സമയം ഉറങ്ങി തിന്ന് യാത്ര ചെയ്ത് പുഴയിൽ പോയി മീൻ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പണി പറ്റില്ല. ഞാൻ ഈ ഓവർകോട്ട് കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. ഫൈൻ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. സ്വപ്നത്തിന്റെ മുകളിലെ ലക്ഷ്യമുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം അടുത്ത മീറ്റിംഗ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. മിക്കവാറും രാത്രി 12 മണിക്കാണ് ഈ കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവുക. ചില വ്യക്തികളോട് ഞാൻ 12:15 12:30 സംസാരിക്കാറുണ്ട്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് 5 മണിക്കാണ് രാവിലെ. അപ്പൊ എത്ര മണിക്കൂറാണ് ഞാൻ ഉറങ്ങുന്നത്? 1, 2, 3, 4, 5 5 മണിക്കൂർ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഈ ചെറുപ്പം ഉറങ്ങി തീർക്കാനുള്ളതല്ല. നിങ്ങളുടെ 45 വയസ്സിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലൈഫ് ഗോവിന്ദ. 50 വയസ്സാകുമ്പോൾ ഹക്കീം സാറെ മകൾ ചോദിക്കും, ഉപ്പ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു ചോദിക്കും. ഉപ്പാന്റെ മകളുടെ നിക്കാഹൊക്കെ ആകുമ്പോഴേ ചോദിക്കും അവര്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചെലവഴിച്ചതോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടതോ, ടൂറിന് വിട്ടതോ, ഡ്രസ്സ് മേടിച്ചു കൊടുത്തതോ, പെരുന്നാളിന് പണം പൊട്ടിച്ചതോ ഒന്നും ഈ മക്കൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഉറങ്ങാത്ത കുറെ രാത്രികളൊക്കെ ഉണ്ടാവും ഹക്കീം സാറെ. ഇതൊന്നും കുഞ്ഞുങ്ങൾ ഓർക്കില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ഉപ്പ എന്തെടുക്കുമായിരുന്നു?
നമ്മൾ ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയി എന്ന് 23 വയസ്സുള്ള നമ്മുടെ മകളോട് പറയാൻ പറ്റൂ? പറ്റില്ലത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു റെസിജ്വൽ ഇൻകവും ലെഗസിയുമുള്ള ഒരു ബിസിനസ്സിൽ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഇന്ന് പോയിട്ടൊരു സൂപ്പർ മാർക്കറ്റ് 25 ലക്ഷം രൂപ മുടക്കി ഹക്കീം സാർ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടുവാണ്, ഞാൻ പറയും നിങ്ങൾ പരമവിഡ്ഢിയാണ്. കാരണം കണിച്ചാർ എന്ന് പറയുന്ന ടൗണിൽ 45 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു മനുഷ്യൻ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്, കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. ഒരു പുതിയ മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറുമ്പോൾ അവിടുത്തെ സ്കോപ്പും ജിയോഗ്രഫി പൊട്ടൻഷ്യലും മാർക്കറ്റ് സൈസും മനസ്സിലാക്കാതെ കൊണ്ട് പണമിട്ടാൽ അത് എങ്ങോട്ട് പോയി ചോദിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വെറും 12,000 രൂപ മുതൽ മുടക്കി നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രതിദിനം നിങ്ങൾക്ക് 30,000 രൂപ വരുന്ന കഥയാണ് ഞാൻ പറയുന്നത്. വെറും 800 രൂപ മുടക്കി ഷാർജയിൽ നിന്നും ഈ ബിസിനസിനെ ഏറ്റെടുത്ത് 25 ലക്ഷം രൂപ സമ്പാദിച്ച വ്യക്തിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സമയം കുറവുള്ളത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് കുറയ്ക്കുകയാണ്. ഈ 5% റോയൽറ്റി എന്തോരം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമോ? ഈ മാനേജർ ആൻഡ് അബവ് റാങ്കിൽ നിൽക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് പേള്, റൂബി, എക്സിക്യൂട്ടീവ് മാനേജർ. എനിക്ക് ഇവിടുന്ന് 6 മാസം, ആ റാങ്കിലേക്കുള്ള ദൂരം 6 മാസം. ഓക്കെ പോടെ, 2021 ഡിസംബർ 31 അത്രയൊക്കെ സമയത്താ. ഓക്കെ, കാര്യം കൂടെയുള്ളവർക്ക് വേണ്ടി മങ്ങൾ ഓർഡറല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കുറവായിരിക്കും. നിങ്ങൾക്കറിയാവോ, എന്റെ കൂടെ അന്ന് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ 10 ലക്ഷം കസ്റ്റമേഴ്സിൽ ഒരു 2 ലക്ഷം ലീഡേഴ്സ്, 2 ലക്ഷം ആക്റ്റീവ് കസ്റ്റമേഴ്സ്, ആക്റ്റീവ് ബിസിനസ് പീപ്പിൾ ഉണ്ടാവും. അവര് മൊത്തത്തിൽ മേടിക്കുന്ന ആക്റ്റീവ് ഇൻകം ഉണ്ടല്ലോ, ഈ പെയർ മാച്ചിങ് ഇൻകം, അതിന്റെ 5% കിട്ടുമായിരിക്കും അഡീഷണൽ ആയിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അന്ന് ഞാൻ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന 1 day 1 lakh ആണ്. അതിക്ക് മേലെ എന്റെ ടോട്ടൽ ടീമിൽ ലഭിക്കുന്ന പെയർ മാച്ച് ഇൻകത്തിൽ ഓരോ വ്യക്തികൾക്കും കിട്ടിയതിന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു എത്ര ഉണ്ടാവുമായിരിക്കും? 50 കോടി രൂപയുണ്ടാവും ഏറ്റവും ചുരുങ്ങിയത്. അതിന്റെ 5 ലക്ഷം എടുത്ത് നോക്കും. പോട്ടെ, 1 കോടിയാണെങ്കിൽ എത്രയായി? 5 ലക്ഷമായില്ലേ? 10 കോടിയായാൽ അത് 50 ലക്ഷമായില്ലേ? ഇറ്റ്സ് എ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ ബഡീസ്. ഇത് കാണാൻ പറ്റിയവനാ ഹൈറിച്ചിൽ നിൽക്കുകയുള്ളൂ. ഇത് കണ്ടവൻ മാത്രമേ ടീം ഡെവലപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾ ഏത് പണി ഈ ലോകത്തിൽ പോയിട്ട് എടുത്താലും ഈ 5% റോയൽറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ലോകത്തിൽ എന്റെ അറിവിൽ സത്യസന്ധമായ ബിസിനസ്സുകൾ കുറവാണ്. ഇറ്റ്സ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. 1 മാസം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ ടൗൺഷിപ്പിൽ ഓരോ ഏക്കർ ഭൂമി മേടിച്ചു കൂട്ടാം. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. തീർച്ചയായിട്ടും എൻ്റെ സമയ പരിമിതി മൂലം മാത്രം ഞാൻ നിർത്തുന്നു. ഇതിൽ ഇനിയും ഒരു കടൽ പോലെ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു റൊട്ടേഷൻ കഴിഞ്ഞു വരുമ്പോൾ, ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് എടുക്കുന്ന ദിവസം അതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അശോക് സാറൊക്കെ നെഞ്ചത്ത് കൈവച്ചിട്ട് കൊള്ളാം, ഗ്രേറ്റ്, ഞാൻ വന്നിരിക്കുന്നത് റൈറ്റ് പ്ലാറ്റ്ഫോമിലാണെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാതിരാത്രിക്ക് ഈ 10:45 128 ആൾക്കാർ സൂമിലും ഫേസ്ബുക്കിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ
സാധിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അവിടെയും കുറെ ആൾക്കാർ വ്യൂ ഓൺ ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിംഗ്. നോക്കട്ടെ അവിടെ എത്ര ആൾക്കാർ അവിടെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പം എനിക്ക് ഫൈൻ, അത് എവിടെ നേരിട്ട് ലാപ്ടോപ്പിൽ വ്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ഞാൻ പിന്നീട് നോക്കിക്കോളാം. താങ്ക് യു സോ മച്ച്.